ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ എരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പച്ചമുളക് നടുവേക്ക് കീറിയതാണ് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു പരുവായതിന് ശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കണം. അപ്പോൾ ഒരു ഏകദേശം 2 കൈയിലോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അധികം വെള്ളം ഒഴിക്കേണ്ട. കുറച്ചൊന്ന് ഈ മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവായിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 മുട്ടയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് 4 സൈഡിലായിട്ട് ഇതുപോലെ അങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ വല്ലാണ്ട് അധികം നേരമൊന്നും ചെയ്യേണ്ട. നമ്മൾ സാധാരണ മുട്ട വറുത്തെടുക്കാൻ എത്ര നേരം അങ്ങനെ ആയൊരു ടൈം വരെ മൂടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ മസാലയൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 4 പീസാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.